ഹലോ, ഇന്ന് നമുക്ക് എന്താണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അത് നേടുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നത് എന്താണ്, അതിൻ്റെ കാരണം എന്താണ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളറിയാതെ കിടക്കുന്ന എനർജീസ് എന്തൊക്കെയാണ്, നിങ്ങൾ അടുത്തതായി എടുക്കേണ്ട ആക്ഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ്. ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ്. ഇതൊരു മിതത്വത്തിൻ്റെ കാർഡാണ്, അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാർഡാണ്. ഉള്ളതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് തൃപ്തിയില്ല, ഇതൊന്നും പോരാ, കുറച്ചും കൂടെയൊക്കെ വേണമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പഴയ അവസ്ഥ തന്നെ എനിക്ക് വേണമായിരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സൺ കാർഡാണ്. നിങ്ങളുടെ ഹീലിംഗ് നടന്നിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് വർക്ക് ചെയ്ത് നേടിയ ഒരു ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷിച്ച് എഴുതിയ ഒരു എക്സാം പാസ്സാവാൻ കഴിയാതെ പോവുകയോ അങ്ങനെ എന്തോ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹീലിംഗ് അവിടെ നടന്നിട്ടില്ല. ആ ഒരു ഷോക്കിൽ നിന്ന് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയും വേണമെങ്കിൽ ആവാം. ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും പെയിനുകളാവാം നിങ്ങളുടെ മനസ്സിൽ ഒരു ബ്ലോക്കായിട്ട് കിടക്കുന്നത്. ആ ഒരു ബ്ലോക്ക് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ചെന്നെത്താൻ സാധിക്കില്ല. കഷ്ടപ്പെട്ട് നേടിയാൽ തന്നെ അത് കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരവസ്ഥയും ഉണ്ടാവാം. ഈ കഴിഞ്ഞ 3-4 മാസത്തിനുള്ളിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചു പോയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. സാധാരണ വോൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് എൻഡിങ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ സ്പ്രെഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു എനർജി നോക്കുമ്പോൾ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു എൻഡിങ് ആണ് വന്നിട്ടുള്ളത്. നെഗറ്റീവായത് എന്തോ എൻഡ് ചെയ്ത് പോയി എന്നല്ല, നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം നടന്നു, അതങ്ങനെ അവസാനിച്ചു എന്നുള്ളതാണ്. ആ വേദനയോടുകൂടി അത് അവസാനിച്ചു. വേദനയിലാണ് അത് നിന്നത്. ആ ഒരു പെയിൻ നിങ്ങൾക്കിപ്പോഴും മാറിയിട്ടില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ ടെമ്പറൻസ് വന്നിട്ടുള്ളത്. നിവർത്തിയില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ സിറ്റുവേഷനുമായിട്ട് കോപ്പ് അപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തനായ ഒരാളുടെ ഒരു സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഹെറോഫൻ കാർഡാണ്. ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഫാദർ ഫിഗർ, നിങ്ങളുടെ മേൽ കമാൻഡ് ചെയ്യാൻ പവറുള്ള ഒരാൾ ആണ് ഈ ഹെറോഫൻറ്റിനെ കാണിക്കുന്നത്. വളരെ നാളുകളായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു പുരുഷൻ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ സ്ത്രീയും ആവാം. ഇതൊരു മെയിലാണെങ്കിലും ഇത് വളരെ ശക്തമായ പേഴ്സണാലിറ്റി ഉള്ള ഒരു സ്ത്രീയും ആവാം. അത് ആ ആളുടെ കൺട്രോൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താഗതി വളരെ എന്താ പറയുന്നത്, കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുകയാണ്, ചുരുക്കി വയ്ക്കപ്പെടുകയാണ്. നിങ്ങൾക്കൊന്ന് തുറന്ന് ചിന്തിക്കാനോ നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് എ കാർമിക് സിറ്റുവേഷൻ. ഇതുകൊണ്ടോ 4 മേജർ അർക്കാന കാർഡ്സാണ്. ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ കാർമിക് സിറ്റുവേഷൻ. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ബ്ലൂ പ്രിൻ്റായിട്ട് വന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്കിതിൽ നിന്നൊരു മോചനം കിട്ടുള്ളൂ. അത് ഈ പറയുന്ന വ്യക്തിയുടെ കുഴപ്പമല്ല. നിങ്ങളുടെ ലൈഫിൽ കാർമിക് സിറ്റുവേഷൻ വരേണ്ടത് നിങ്ങളുടെ സോളിൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടി യൂണിവേഴ്സ് നിയോഗിക്കപ്പെട്ട് വന്നിട്ടുള്ള ആളാണ് ഈ വ്യക്തി. അദ്ദേഹത്തോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ദി പ്രോബ്ലം ഈസ് വിത്തിൻ യു. നിങ്ങളുടെ മനസ്സിലാണ് ഈ പ്രശ്നം ഉള്ളത്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ കൺട്രോൾ നിങ്ങളുടെ മേൽ നിന്ന് മാറിപ്പോകും. പിന്നെ നിങ്ങളെപ്പോഴും കഴിഞ്ഞ കാലത്തെ ഏതോ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയോ നിങ്ങളുടെ ഒരു നല്ല മെമ്മറികൾ, അങ്ങനെ എന്തോ കാര്യങ്ങളിൽ നിങ്ങളെപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപക്ഷെ സബ് കോൺഷ്യസ്ലി മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ചെറുപ്പകാലത്തൊക്കെ സംഭവിച്ചൊരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ദിസ് ഇസ് യുവർ സബ് കോൺഷ്യസ് എനർജി. നിങ്ങളുടെ മനസ്സിൽ ഉള്ള എനർജി ഇതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ, നിങ്ങളതിനെക്കുറിച്ച് ആ സമയത്തുണ്ടായിരുന്ന നല്ല മെമ്മറികളൊക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസ് റീവൈൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പഴയ ഫ്രണ്ട്സിനെ കുറിച്ചോ പഴയ നാടുകളെ നിങ്ങളായിരുന്ന സ്ഥലങ്ങളെക്കുറിച്ചോ ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം.
കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളാണ് നമ്മളെ സ്വപ്നങ്ങളായിട്ട് വരിക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിരക്ക് പിടിച്ച് എടുക്കാതിരിക്കുക എന്നുള്ളൊരു ഗൈഡൻസാണ് ഇവിടെ നമുക്ക് തരാനുള്ളത്. എന്തോ കണ്ടിട്ട് ഓടിപ്പോകുന്ന ഒരു പടയാളിയാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ തിരക്ക് പിടിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ മേളിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ആളുണ്ട്. അതേസമയം തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് ഹീലിംഗ് പൂർത്തിയായിട്ടില്ല. നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫാണ് നിങ്ങളിപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോയിട്ടുണ്ട്. അതിൻ്റെ ഷോക്കിൽ നിന്ന്, വേദനയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും പുറത്ത് വന്നിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾ ഹൈലി ഫങ്ഷനിങ് ആയിരിക്കാം, എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ദിവസവും ചെയ്യേണ്ട പോലെ നിങ്ങൾ ചെയ്തു പോയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഉള്ളിൽ എവിടെയോ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് ഉണ്ട്. യു ആർ നോട്ട് ലിവിങ് യുവർ ലൈഫ് ഫുള്ളി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് ജീവിക്കുന്നില്ല എന്നൊരവസ്ഥ. ഇനി ഇതിന് എങ്ങനെയാണ് നമുക്കൊന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ചൊന്ന് റിസർവ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ എനർജി മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് പങ്കുവെച്ച് കൊടുക്കാതിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വേദനയിൽ നിന്ന് പുറത്തു വരാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അമിതമായിട്ട് ജോളി അടിച്ച് നടക്കുകയോ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ടായിട്ട് സ്വയം അഭിനയിക്കുകയോ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു പെയിൻ മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു ശ്രമം എന്നുള്ള നിലയ്ക്കായിരിക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് കൂടുതൽ ദോഷമായിരിക്കും ഉണ്ടാക്കുക ഗുണത്തെക്കാളും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി ഒന്ന് റിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരു ക്ലാരിറ്റി കാർഡ് കൂടി എടുത്ത് നോക്കാം. ഇതിന് എന്ത് സൊല്യൂഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. എന്ത് സൊല്യൂഷനാണ് ഈ വ്യക്തി ഇപ്പോൾ എടുക്കേണ്ടത്? 4 of Wands. നിങ്ങളുടേതായിട്ട് ഉള്ള എനർജിയിലേക്ക് മടങ്ങി വരിക. ഒരു ഫാമിലി എനർജിയിലേക്ക് മടങ്ങി വരിക. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടേണ്ടത് തന്നെയായിരുന്നു. നിങ്ങളതിന് ചേസ് ചെയ്യാതിരിക്കുക. വീട്ടിലുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ഒരുപക്ഷെ നിങ്ങളുടെ പെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഗാർഡൻ ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ മുറിയായിരിക്കാം, നിങ്ങളുടെ വീടായിരിക്കും. എന്താണോ നിങ്ങൾക്ക് കംഫർട്ട് തരുന്നത് അതിലേക്ക് തൽക്കാലത്തേക്കൊന്ന് ചുരുങ്ങുക, ഒതുങ്ങി നിൽക്കുക. ഇതൊരു ചെറിയ സക്സസ് ആണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ എനർജി പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കംഫർട്ടായിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നാളത്തേക്കൊന്ന് ഒതുങ്ങി നിൽക്കുക. ഇത് നിങ്ങളുടെ വേദനിക്കുന്ന മനസ്സിന് ഒരു ആശ്വാസം തരും. എക്സ്ട്രോവേർട്ടായിട്ട് പുറത്ത് ഒരുപാട് നേരം കറങ്ങി നടക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ, അത് മോശമാണെന്നല്ല, പക്ഷേ നിങ്ങളുടെ എനർജി ഈ സമയത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ട ഒരു ടൈമായിട്ടാണ് കാണുന്നത്. അത് ചെയ്യുക. ഓക്കെ, ഇതാണ് ഈ ഗൈഡൻസായിട്ട് നിങ്ങൾക്ക് തരാനുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സും ഒരുപക്ഷെ നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെന്നില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണോ അങ്ങനെ റിലേറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.